Good morning, dear students. Be back to the class. It is the 14th question. 14th കിട്ടിയിട്ടില്ല 13, 14, 16, 17 അല്ലേ അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ all that we will work out and we will move to the next chapter. Okay. So today I am working out the 14th question. Complete ആയിട്ട് work out ചെയ്യുന്നില്ല. പക്ഷേ partly I will show you and you will be able to work out the remaining. Right. So read the question. Take down that question. ഞാൻ വായിക്കാം. The selected financial data for A, B and C companies for the year ended December 31st, 2004 are as follows. Variable expenses as a percentage of sale. Sales in the percentage ആണ് 66, 2/3, 75, 50. 3 കമ്പനിയുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. Clear. Interest is given. Interest expenses. Degree of operating leverage. Degree of financial leverage. Income tax rate. All this information is given to you. You are asked to prepare the income statement. Income statement ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരെ വേണം? ഐ വിൽ ടെൽ യു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ സെയിൽസ് മുതൽക്കുള്ള ഇൻഫർമേഷൻസ് വേണം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഇസ് ഇറ്റ് നോട്ട്? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ആൻഡ് അടുത്തത് അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ബിഫോർ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യണം. ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് തരാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ക്ലിയർ? എന്തൊക്കെ ഇൻഫർമേഷനാണ് തരാത്തത് എന്ന് ആലോചിക്കുമ്പോൾ സെയിൽസ് തന്നുണ്ടോ? സെയിൽസ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ? സെയിൽസ് തന്നിട്ടില്ല. വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? സെയിൽസ് തന്നിട്ടില്ല. സെയിൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ല. ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ എബിറ്റ് നമ്മൾക്ക് കിട്ടണം. എബിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ടാക്സ് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഇസ് ഗിവൺ അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അവസാനം എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കണം, ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല വെച്ചിട്ട് ഐ തിങ്ക് സെയിൽസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല വെച്ചിട്ട് ഐ തിങ്ക് എബിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. കാരണം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം 3 കമ്പനി ഉണ്ടെങ്കിലും റൈറ്റ് നൗ ഐ വിൽ ഷോ ഫോർ കമ്പനി എ. കമ്പനി എയുടെ മാത്രം ഞാൻ കാണിച്ചു തരാം. അതർ തിങ്സ് യു ഹാവ് ടു വർക്ക് ഔട്ട് ബൈ യുവർ ഓൺ കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ശരിക്കും ഒരു അറ്റംപ്റ്റ് പോലും നിങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾ പോലും അങ്ങനെ കാര്യമായിട്ട് സംശയമോ ഒരു അറ്റംപ്റ്റ് നടത്തി ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു കണ്ടുപിടിക്കാൻ സുഖമായിട്ട് പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു IQ ലെവലിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓക്കെ, മേ ബി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ യു. സോ ലെറ്റ് us സ്റ്റാർട്ട്. Let us calculate. The EBIT is not given. Let us calculate the calculation of EBIT. ക്ലിയർ? എബിറ്റിൻ്റെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ലെറ്റ് us see. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു
financial leverage is equal to EBIT divided by EBIT minus I, interest. അല്ലേ? ഇ ബി ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എബിറ്റ് മൈനസ് ഐ. ക്ലിയർ? ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 3:1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇപ്പോൾ 3 ആണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. 3 ഈസ് ഈക്വൽ ടു എബിറ്റ് divided by EBIT minus I. Is it clear for you? Clear alle? So what else is given here? 3 is equal to EBIT divided by EBIT minus I തന്നുണ്ട് ക്വസ്റ്റ്യനിൽ. എത്ര I തന്നിരിക്കുന്നത്? I is given as 200. Read the question. Okay. I 200 ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? And take this to this side. 3 into, I'll make it as E. Okay. EBIT minus 200 is equal to E. Clear? So 3E, remove that bracket. 3E minus 600 is equal to E. Clear? ഒരേ പോലത്തെ വേരിയബിൾസിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ E ഇപ്പുറത്തേക്ക് വരും. 600 will go there. Clear? 3E minus E is equal to, ഇവിടെ -600 ആണ്, അവിടെ എത്തുമ്പോൾ 600 ആയി. Okay. Is it clear for you? And 2E is equal to 600. E is equal to E or EBIT is equal to 600 by 2. That is equal to 300. EBIT കിട്ടിയിട്ടാ. EBIT is given as 300. And next our task is to find out. EBIT കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ കണ്ടുപിടിക്കേണ്ട സാധനം സെയിൽസ് ആണ്. Let us move to the operating leverage formula. Degree of operating leverage is equal to contribution divided by EBIT. Or you can say that sales minus variable cost divided by EBIT. Clear? Is it clear? Okay. So sales minus variable cost. So sales minus variable cost is equal to divided by EBIT. Or you can say that degree of operating leverage is given in the question as 5. 5 is equal to sales minus variable cost തന്നുണ്ട് 66.67%. 2/3 എന്നുള്ളത് നമുക്ക് 67 ആക്കാം. അപ്പോൾ ശരിക്കും സെയിൽസിൻ്റെ മുകളിലാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. വേരിയബിൾ കോസ്റ്റ് ഇസ് 66.67 ഓഫ് സെയിൽസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് ഈ രീതിയിൽ എഴുതാം. അതായത് 66.67 എന്നുള്ള ഭാഗം നമുക്ക് 66.67 എന്ന് എഴുതുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ പോയിന്റിലേക്ക് എഴുതാം. 0.666 കുറച്ചധികം ഡെസിമൽ പ്ലേസ് എടുക്കണം കേട്ടോ. അതായത് ഒരു ഡെസിമൽ പ്ലേസ് ഒക്കെ എടുക്കുമ്പോൾ സെയിൽസിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ 300. എബിറ്റ് ഇസ് 300. എബിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ എബിറ്റ് 300 ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് അതുകൊണ്ടാണ് എബിറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. സോ 5 is equal to, ഇവിടെ സെയിൽസ് എത്രയാ? 0.6667 എസ് ഉണ്ട് കേട്ടോ. ഇവിടെ
ഇവിടെ ഒരു എസ് ഉണ്ട്, കാരണം സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ലേ, അല്ലാതെ ഇതല്ലല്ലോ വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൻ്റെ ഇത്ര ശതമാനമാണ്. അപ്പോൾ സെയിൽസ് ഇൻ ടു ദിസ് വിൽ ഗിവ് യു ദ വേരിയബിൾ കോസ്റ്റ്. ക്ലിയർ? അപ്പോൾ എസ് മൈനസ് 0.66667 അവസാനം വേണമെങ്കിൽ ഇടാം. സെയിൽസ് ഡിവൈഡഡ് ബൈ 300. അപ്പോൾ ഇവിടെ സെയിൽസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക വെച്ചാൽ ഒരു രണ്ടിലും സെയിൽസ് എന്ന് പറഞ്ഞ ടേം ഉള്ളതുകൊണ്ട് സെയിൽസിനെ നമ്മൾ വിൽ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. അപ്പോൾ പിന്നെ ബാക്കി ഈ ടേമിൽ എന്താ ഉണ്ടാവുക? 1 ആണ് ഉള്ളത്. കാരണം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s എന്നാണ് അർത്ഥം. 1 മൈനസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? 0.66667 അല്ലേ, ഡിവൈഡഡ് ബൈ 300. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ അടുത്ത ലൈനിൽ നമ്മൾ എഴുതാം 5 is equal to 1 minus 0.6667 എന്ന് പറയുമ്പോൾ എന്താ? 0.3333 അല്ലേ, 0.33333333 s ഡിവൈഡഡ് ബൈ 300. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 300നെ നമുക്ക് ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 5 into 300, 5 3s are 15, 1500 is equal to 0.333333 s. ക്ലിയർ? അപ്പോൾ അതിനെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ. എസ് ഇസ് ഈക്വൽ ടു 1500 ഡിവൈഡഡ് ബൈ 0.3333. മാക്സിമം ഡെസിമൽ പ്ലേസ് എടുത്തോളൂ, കുറയ്ക്കരുത്. ക്ലിയർ? എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. ദാറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇസ് ഗിവൺ ആസ് 4500. ക്ലിയർ? അപ്പോൾ കമ്പനി എയുടെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് താഴെ ടാബുലേറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് വി വിൽ വർക്ക് ഔട്ട് ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി എ. And in the same way you can work out the for company B and for company C. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സെയിൽസ്. സെയിൽസിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുണ്ട്. സെയിൽസ് ഇസ് ഗിവൺ ആസ് 4500. ക്ലിയർ? ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 4500ൻ്റെ എത്ര ശതമാനം? 66.67 അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി 3000. 3000 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് കിട്ടുന്നത്. ക്ലിയർ? ആൻഡ് യു ഹാവ് ഗോട്ട് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഇസ് 1500. 1500 ആണ് കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത്. ആൻഡ് ആഫ്റ്റർ കോൺട്രിബ്യൂഷൻ യു നീഡ് ടു ഡിഡക്ട് ദ ഫിക്സഡ് കോസ്റ്റ്. ഒരു കാര്യം ഇപ്പോഴാണ് മറന്നത്, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. സാരില്ല, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ലെങ്കിലും എന്ത് തന്നിട്ടുണ്ട്? നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? ഇറ്റ് ഈസ് ദ എബിറ്റ്. ആൻഡ് ദിസ് എബിറ്റ് വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ് ഇറ്റ് ആസ് 300 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഫിക്സഡ് കോസ്റ്റ് എത്രയാവും? ഫിക്സഡ് കോസ്റ്റ് 1200 ആവും. കാരണം കോൺട്രിബ്യൂഷനിൽ നിന്ന് ബാക്കിയല്ലേ എബിറ്റ് വരുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് നെക്സ്റ്റ് ഇസ് എബിറ്റിൽ നിന്ന് എന്താ മൈനസ് ചെയ്യേണ്ടത്? ലെസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 200. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 200 ആണ്. ബാക്കി എത്രയുള്ളത്? ബാക്കി 100 ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദിസ് ഇസ് ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ്. ക്ലിയർ? ഇതിന്ന് എന്താ മൈനസ് ചെയ്യണത്? ലെസ് ടാക്സ്. ടാക്സ് എത്രയാണ്? 50% ആണ്. 50 ആണ് ടാക്സ്. ആ 100ൻ്റെ 50 ആണ് ടാക്സ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ 50 ആണ് ബാക്കിയുള്ളത്. ദിസ് ഇസ് ദ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഇസ് ഹൗ യു പ്രിപ്പയർ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 4000. ഇൻ ദ സെയിം വേ
നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, കമ്പനി ബിയുടെ പ്രിപ്പയർ ചെയ്യാം, ഒക്കെ ചെയ്യാം. ബിയുടെ സെയിൽസ് നമുക്കിതിന് നേരെ എഴുതാം, ബിയുടെ വേരിയബിൾ കോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും എഴുതാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം ഫോർ കമ്പനി ബി ആൻഡ് സി. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ലിവറേജ് വെച്ചിട്ട് എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ എബിറ്റ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ സെയിലും എബിറ്റും നമുക്ക് കിട്ടിയിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല വെച്ചിട്ട് എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. വൺസ് യു ഹാവ് കാൽക്കുലേറ്റഡ് ദ എബിറ്റ്, കാൽക്കുലേറ്റ് സെയിൽസ് യൂസിങ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫോർമുല. ക്ലിയർ? അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ബാക്കി എല്ലാ ഇൻഫർമേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ലെറ്റ് us stop today and we'll do tomorrow the remaining questions. Okay, is it clear for you? എന്നാൽ അടുത്ത 2 questions ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ, കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. Okay, try it out and do that.